ഹായ്, നിങ്ങൾക്കറിയാമോ ഈ ചെടിയെ? നോക്കി, പരിചയമുണ്ടോ? ഒരു മരത്തിൻ്റെ തടി മുഴുവൻ താഴെ നിന്ന് മുകളിൽ വരെ കായ് പിടിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് ഇരുമ്പപ്പുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഓരോരുത്തരും ഓരോരുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇത് വലിയ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം കുഞ്ഞ് കായ്കളാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം വളരെ ചെറുതാണ്. ഇത് ഒരു വിരലിൻ്റെയൊക്കെ നീളത്തിലൊക്കെയുള്ള പുളികളുണ്ട്. ഇപ്പം ഇത് വലിയ ചെടികളെല്ലാം കഴിഞ്ഞു. വലിയ കായ്കളെല്ലാം കഴിഞ്ഞു. അതായത് ഇതൊക്കെ വലുതാണ്, എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ പഴുത്തും കൂടെ നിൽക്കുക, തൊട്ടാലിങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. പഴയ ഓർമ്മകളൊക്കെ ഒത്തിരി വരുന്നു. ഇത് നമ്മൾ ഇഷ്ടംപോലെ വെച്ച് തിന്ന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാമായിരുന്നു. എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. നോക്കി, നിറയെ കായ്ച്ചിട്ടുണ്ട്. പൂക്കളും ഉണ്ട്, കായ്കളും ഉണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല റെഡ് കളറാണ്, നല്ല ഭംഗിയാണ്, നല്ല നിറമാണ്. ഒരു നോക്കിയാലൊരു കുഞ്ഞു മണമുണ്ട്. പൂക്കളൊന്നും കാണാൻ നിൽക്കുന്നില്ല, സ്വല്പം ഇരുട്ട് വീണു പോയി. അതുകൊണ്ട് നമുക്ക് ആ പൂക്കളൊന്നും അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെയുണ്ട്, ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. ഇത് ഒരു മുട്ടിൻ്റെ ഗ്രൂപ്പാണ്. ഇതെല്ലാം നാളെയൊക്കെ ചിലപ്പം പൂക്കളാകുന്നതാണ്. ഇപ്പോൾ ഇത് പല വീടുകളിലും കാണാനില്ല കേട്ടോ. അച്ചാറിടാനും ശരിക്കും ഉപ്പിലിടാനും അതുപോലെ തന്നെ മീനുകൾക്കകത്ത് മാങ്ങയ്ക്ക് പകരമൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. മത്തി കൂട്ടാൻ വെക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വലിയ മരമാണിത്, ഒത്തിരി വലുതാണ്. കുറേ കൊമ്പുകളൊക്കെ മുകളിലത്തെയൊക്കെ വെട്ടിക്കളഞ്ഞു, കുറച്ച് ഒടിഞ്ഞ് വീണു പോയി. കായയുടെ ഭാരം കൊണ്ട് തന്നെ വീണിട്ടുണ്ട്, കുറേയൊക്കെ തറയെ വീണിട്ടുണ്ട്.